എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാകാളി ഹീലിങ്ങിനകത്തുണ്ടായ ഒരു വേറെ അത്ഭുതമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വേണ്ടി വന്നു. ആ പുള്ളിക്ക് കുറച്ച് ജോലിയുടെ ചില കാര്യങ്ങളായിട്ടും തടസ്സങ്ങളായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടാണ് എനിക്ക് ഹീലിംഗ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ 1 അവറിൻ്റെ സെഷനാണ് പുള്ളി എടുത്തത്. അപ്പോൾ വന്നിരുന്നപ്പോൾ ഇതേപോലെ ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു എനർജിയൊക്കെയാണ് എനിക്ക് അങ്ങേരുടെ ഓറയിൽ തോന്നിയത്. ഞാൻ പറഞ്ഞിങ്ങനെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും എന്നോട് ചോദിക്കും, സാറേ ഈ ഞങ്ങളുടെ കാര്യം ഒന്ന് പറയുമോ, ഫോട്ടോ നോക്കിയിട്ട് പറയുമോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ റീഡിങ് ചെയ്തിരുന്നു, എനിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ മഹാകാളി ഹീലിംഗ് തുടങ്ങിയ ശേഷം ഞാൻ ആ റീഡിങ് പരിപാടി നിർത്തി. കാരണം രണ്ടും കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എനർജി ട്രെയിൻ ആവുന്ന പരിപാടിയാണ്. ഈ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സഞ്ചരിക്കണം, അയാളുടെ ആ ഓരോ കാര്യങ്ങളോട് കയറി ഇങ്ങനെ പോകണം. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഊർജ്ജം ഇങ്ങനെ ബാറ്ററി ഇങ്ങനെ ഡ്രെയിനായി പോകും. അപ്പോൾ റീഡിങ് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും നമ്മൾ. ഭയങ്കരമായിട്ട് ബോഡിക്ക് ക്ഷീണം സംഭവിക്കുന്നതാണ് റീഡിങ് പരിപാടി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ പറഞ്ഞ് അപ്പോൾ ഇത് ഇങ്ങനെ ആൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് റീഡിങ് ഞാൻ ചെയ്യാറില്ല. പക്ഷേ മഹാകാളി ഹീലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ ഈ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ആ സമയത്ത് ദേവിയാണല്ലോ ഒന്ന് ചെയ്യണത്. അപ്പോൾ ദേവി നമുക്ക് പല കാര്യങ്ങളും കാട്ടിത്തരും. ഇപ്പോൾ ക്ലയൻറ്റിനോട് പറയേണ്ടതാണെങ്കിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ഇന്നതാണ് സംഗതി, എന്താണ് അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ ഏതാണ് ചെയ്തേക്കണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറില്ല കേട്ടോ. കാരണം ഈ ശത്രുതാ മനോഭാവം നമുക്ക് വരും. ഈ ഇന്ന ആളാണ് ചെയ്തേക്കണത്, ബ്ലാക്ക് മാജിക് ചെയ്തേക്കണത്, ദുഷ്ടത്തരം ചെയ്തേക്കണതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് അറിയും. അത് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പോൾ അത് കണ്ടാലും പറഞ്ഞു കൊടുക്കാറില്ല. എല്ലാം നമുക്ക് അറിയാൻ സാധിക്കില്ല കേട്ടോ. എല്ലാം ദേവി കാണിച്ചിട്ടുണ്ടെന്നില്ല. അതായത് അവരോട് നമുക്കൊരു ശത്രുത മനോഭാവം ഉണ്ടാവുകയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളൊരു അകന്ന ബന്ധുവാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല. ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യമാണ് പറയണത്. മിക്കവാറും ശരിയാവാനാണ് സാധ്യത. പക്ഷേ എന്താ കുഴപ്പമെന്നറിയും, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്കും ഇയാളുടെ മനസ്സിൽ ആ വ്യക്തിനോടുള്ളൊരു വൈരാഗ്യ ബുദ്ധി അവിടെ ഉടലെടുക്കുകയാണ്. ശത്രുവായിട്ട് കാണുകയാണ് അയാൾ. മറ്റേ അതിന് മുമ്പ് ഒരു സ്നേഹത്തോടെ കണ്ടിരുന്ന ആളെ ശത്രുവാക്കുകയാണ്. ചിലപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത്രയും ബോധ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അയാൾക്ക്. അപ്പോൾ അയാൾ എപ്പോഴും അയാളുടെ ഉള്ളിലാണ് ഒരു ശത്രുത്വം ഉണ്ടാവുന്നത്. അതൊരു വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ടോപ്പിക്ക് നമ്മൾ പറയാറില്ല. അപ്പോൾ ഇതേപോലെ ഇദ്ദേഹം ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്, ഞാൻ പറയട്ടെ എന്ന് വെച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ വീടിൻ്റെ അടുത്ത് ഞാൻ വെള്ളം കാണുകയാണ്. കുറച്ച് വെള്ളം, ഒരു ഇങ്ങനെ തടാകം പോലെ സംഭവം ഉണ്ടാകുമെന്ന് വെച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്താണ് ഈ സാധനം കൊണ്ട് വെച്ചേക്കണത്. ഈ വെള്ളത്തിനകത്തേക്കാണ് ഈ കർമ്മം ചെയ്ത് സാധനം ഇട്ടേക്കണത്. 2 സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ചെറുപ്പക്കാരനെ ബന്ധിച്ചുകൊണ്ടുള്ളൊരു സാധനം, അതിങ്ങനെ ചരടിനെ കെട്ടി വെച്ചേക്കണ ഒരു സാധനമൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യൻ പറയുകയാണ്, അയ്യോ സാറേ എനിക്ക് ഒരു രക്ഷയില്ല, ഞാൻ എന്തെല്ലാം ചെയ്താലും ജയിക്കണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, അനങ്ങാൻ പോലും പറ്റുന്നില്ല, ഞാനിവിടെ ഹാങ്ങായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പ്രായമുള്ള ആൾക്കാരെ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്ത്രീ, ഒരു പ്രായമായിട്ടുള്ള ഒരു അവശയായിട്ട് കിടക്കുന്നൊരു സ്ത്രീയെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ത്രീയാണല്ലോ കാണിക്കുന്നത്, അയ്യോ സാറേ കറക്റ്റാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാരാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം, അതായത് പുള്ളിയുടെ ഫാദറിൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച്. അപ്പോൾ ഈ പുള്ളിക്കാരനോട് പറയാണ്, വീടും ഒന്നും ഇല്ലാതിരുന്ന പാവപ്പെട്ട ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഇനി കുറേ ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, വീടും പണം കൊടുക്കുകയാണ്, അവിടെ താമസിക്കാൻ പറഞ്ഞിട്ട് ഒരു സൈഡിലായിട്ട്. അപ്പോൾ അവരൊന്ന് താമസമാക്കി. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഫാദർ മരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികാരം കാണിച്ചു തുടങ്ങി. അത് ബാക്കിയുള്ള ഭൂമിയും കൂടിയും
ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളായി. അവർ വളച്ചു കെട്ടി ഭൂമി കുറച്ച് എടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വന്തം അനിയന് ഒരു സഹായം ചെയ്ത് കൊടുത്താണ്, പക്ഷേ അത് ഉപകാരം ചെയ്ത് ഉപദ്രവമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇനി ഉപദ്രവം മാത്രമല്ല, ഭൂമി പോകണമെങ്കിൽ പോട്ടെ എന്നാണ് ആ പയ്യൻ പറയുന്നത്. പക്ഷേ ഇതുപോലെ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് വെക്കുന്നത് വളരെ മോശം പരിപാടിയല്ലേ, കാരണം ഒരു പയ്യൻ്റെ ഭാവിയാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ അതിനു മുമ്പ് തന്നെ പുള്ളിക്ക് അറിയാതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പല സ്ഥലങ്ങളിലും ജ്യോതിഷന്മാരടുത്തൊക്കെ പോയി നോക്കിയപ്പോഴൊക്കെ ഇത് കൃത്യമായിട്ട് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ ഞാനത് പറയട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളി അത് സംഭവിച്ചു 100% കറക്റ്റാണ് സാറേ, അത് ശരിയാണ്, എനിക്കറിയാം ഇന്ന ആളാണെന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ദേവി ആ സാധനം കരിച്ച് കളയാണ്. ആ ഒരു വെള്ളത്തിൽ ചെയ്തിട്ടിരിക്കുന്ന സാധനം അത് അതിൻ്റെ പവർ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത് കളയുകയും ഇവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കെട്ടുകൾ, ഒരു ബന്ധനം ഉണ്ടായിരുന്നു, ബന്ധനം ശരീരത്തിലുണ്ടായിരുന്നു, ആ ബന്ധനം പൊട്ടിച്ച് കളഞ്ഞു. അതുപോലെ ഓറയും ചക്രയൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് വെടിപ്പാക്കി കൊടുത്തു. അപ്പോൾ അത് ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറി നല്ലൊരു ഗ്ലോയിലേക്ക് വരികയാണ്. അപ്പോൾ ഭയങ്കര ചിരി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മാറ്റം തോന്നണ്ടെന്ന് ചോദിച്ചു. ഞാൻ എല്ലാവരോടും ചോദിക്കും, സെഷൻ ചെയ്തൊരു അരമണിക്കൂറാകുമ്പോൾ ഞാൻ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ പറയണോട്ടാന്ന് പറയും. അപ്പോൾ മിക്കവാറും എല്ലാവരും പറയാറുണ്ട് ലൈറ്റ് ഫീലിംഗ് ഉണ്ട്, എനിക്ക് നല്ല ഒരു റിലാക്സേഷൻ ഉണ്ട്, ശാന്തി സമാധാനമൊക്കെ തോന്നുന്നുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. ചിലർക്ക് അങ്ങനെ പറയാൻ പറ്റാറില്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 100 കേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 5 കേസിൽ ചിലപ്പോൾ നമ്മൾ അവരുദ്ദേശിക്കുന്ന മാറ്റം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 90% 95% ഒക്കെ റിസൾട്ട് ഉണ്ട്, നല്ല റിസൾട്ടുകളുണ്ട്. അപ്പോൾ ഇതേപോലെ ആ പയ്യനോട് പറയാണ്, ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ എനിക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സ് തുറന്ന് ചിരിക്കാൻ, എൻ്റെ മുഖത്ത് സാറിന് കാണാൻ പറ്റണില്ല ചിരി. ആ ചിരിയൊക്കെ മാഞ്ഞു പോയിട്ട് കുറേ കാലങ്ങളായി സാറേ. ഇപ്പം എന്താണെന്നറിയില്ല, എൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ഒന്നും തോന്നണില്ല, ഞാൻ ലൈറ്റായി ഭയങ്കര, ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പോയി, ഒരു പിടുത്തം അങ്ങോട്ട് വിട്ടിങ്ങനെ ഒരു ഷർട്ട് ബനിയനിങ്ങനെ ഊരി അങ്ങോട്ട് പോയ പോലെ ഒരു ഫീലിംഗ് ആണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവം. ഇനിയിപ്പോൾ അവൻ്റെ ഫ്യൂച്ചറും അതുപോലെ ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചെയ്തപ്പോൾ തന്നെ അത്രയും മാറ്റങ്ങളിലേക്ക് വന്ന സ്ഥിതിക്ക് പയ്യെ അവൻ്റെ മറ്റുള്ള കരിയർ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ലാൻഡിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനുള്ള ചില ഐഡിയാസിൻ്റെ ഉള്ളിൽ വന്ന് ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഭാവിയിൽ പുള്ളി അത് ശരിയാക്കാം, അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഒരു സെഷൻ ഒരു 1 അവറോളം നമ്മളിരുന്നു. അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. എല്ലാം ദൈവയുടെ അനുഗ്രഹം, അത്രേ പറയണു. അപ്പോൾ അങ്ങനെ ഒരു ഭംഗിയായിട്ട് ആ സെഷൻ അവസാനിക്കേണ്ടായി. അപ്പോൾ ഇതേപോലെ ഉപകാരം ചെയ്ത് പണി വാങ്ങുന്ന ആൾക്കാർ കുറേ എണ്ണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഉപകാരം ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മളെല്ലാം കാരുണ്യമുള്ള ആൾക്കാരാണ്. ഞാനും പലരും സഹായിക്കാറുണ്ട്, അതേപോലെ സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത സഹായമൊന്നും ഞാനോട് പറയാറില്ല, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൊന്നും പറയാറില്ല. കാരണം എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സാധനമാണ്, ഞാനത് ചിലപ്പോൾ ചെയ്യും. പണം കൊടുത്തിട്ട് ഒരാളെ ഞാൻ സഹായിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സേവനമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കലാണ് സാധാരണ മുമ്പേ മുതലുള്ളത്. പണം കൊടുത്ത് സഹായിക്കുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല, എനിക്ക് താല്പര്യമില്ല അത് ചെയ്യാനായിട്ട്. കാരണം എത്ര പണം കൊടുത്താലും ഒരാൾ ഹാപ്പി ആവണില്ല. പണം കൊടുത്ത ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുകയില്ല. ഒരിക്കലും അത് ശാശ്വതമായ മാർഗ്ഗമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരാൾക്ക് ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, തടസ്സം മാറ്റി കൊടുക്കുക, അവനങ്ങോട്ടേക്ക് ആ ഹൈവേയിലേക്ക് കയറ്റി വിടുക. അതാണ് ഏറ്റവും ഉജ്ജ്വലമായ കർമ്മം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവൻ ജോലി ചെയ്യട്ടെ, അവൻ്റെ ലൈഫാണ് അവനുണ്ടാക്കട്ടെ, പക്ഷേ അവനുള്ള തടസ്സങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് മാറ്റി കൊടുക്കാം ഉള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ആൾക്കാർ ഉപകാരം ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഉപകാരം ചെയ്ത് നിങ്ങൾ പണി വാങ്ങാതിരിക്കുക. ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങളത് നോക്കിയും കണ്ടും ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.